ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒരു ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 15 മുതൽ 23 വരെയാണ് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ടൈം ടേബിൾ തന്നെയാണ് ഇതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ മോഡൽ ടൈം ടേബിൾ ആയിട്ട് പോലെ നമുക്കറിയാം, ഒരു സെമി ഫൈനൽ എന്നതുപോലെയാണ് ക്രിസ്മസ് എക്സാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഈ എക്സാമും എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും, 15 കഴിഞ്ഞ് നേരെ 16ലേക്ക് പോവുകയാണ്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ഇടവേളകൾ പോലും ഇല്ല. എന്നുവെച്ചാൽ അടുത്ത 15 കഴിഞ്ഞ് 16-ാം തീയതി പരീക്ഷ നടക്കുന്നു. അത് കഴിഞ്ഞ് 17-ാം തീയതി എന്ത് ചെയ്യുന്നു, പിന്നെയും പരീക്ഷ നടക്കുന്നു. 17 കഴിഞ്ഞ് 18 പരീക്ഷ നടക്കുന്നു. അങ്ങനെയാണ് പോകുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യില്ല, ഒരു തരത്തിലുള്ള ദിവസ വ്യത്യാസം, അത് ദിവസത്തിന് ഇടയിൽ ഇടവേളകളൊന്നുമില്ല. നമുക്ക് അടുത്ത ഒരു രാത്രി പകൽ, കുറച്ച് പകൽ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഫോർനൂണാണ് പരീക്ഷ എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം. അടുത്തടുത്താണ് ദിവസങ്ങളുള്ളത്. 15-ാം തീയതി ഇത്രയും സബ്ജക്റ്റിനാണുള്ളത്. അത് കഴിഞ്ഞ ശേഷം 15-ന് ഇത്രയും സബ്ജക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 16-ാം തീയതി ഈ ഒരു സബ്ജക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് വ്യാഴാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ഉണ്ട്. ഇതിന്റെ ഇടയിൽ, അതായത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഞായറാഴ്ച ദിവസം പരീക്ഷ വയ്ക്കാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, വിട്ടിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ 22 കഴിഞ്ഞ് 23-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത എക്സാം തുടങ്ങും. അത് കഴിഞ്ഞ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, അത് ഇവിടെ താഴെയായിട്ട് 6-ാം തീയതി കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസംബർ 6-ാം തീയതി, ഡിസംബറിൽ ജാനുവരി 6-ാം തീയതി വീണ്ടും എക്സാം ഉണ്ട്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് വീണ്ടും ഒരു എക്സാം ഉണ്ടായിരിക്കും. അത് ആ ഒരു ദിവസത്തേക്കും ആ ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ പരീക്ഷകൾ കഴിഞ്ഞൊന്നും സമാധാനിച്ച് ഇരിക്കാൻ പറ്റില്ല ഈ കൂട്ടർക്ക്, അതായത് ഇവർക്ക് എന്താണ് സമാധാനിച്ച് ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് എന്താണ് എക്സാം ഉണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും അടുത്ത സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡിസംബറിൽ അവധിക്കിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും എന്നുകൂടി ശ്രദ്ധിക്കുക. ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ് ആൻഡ് ഫിസിയോളജി ആൻഡ് ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സുകാർക്ക് എന്താണ് വീണ്ടും 6-ാം തീയതി ഒരു പരീക്ഷയുണ്ട്. അത് ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു എക്സാം വരുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് 15-ാം തീയതി മുതൽ നമുക്ക് പറയാൻ പറ്റും, 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷ വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 6-ാം തീയതി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇല്ലെങ്കിൽ കൂടി കുറച്ച് പേർക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ പുതിയ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. പുതിയ ടൈം ടേബിളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി അനലൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.